ഇത് ഫംഗസ് വാള, വലിയ സൈസ്, തീരെ ചെറിയ കുഞ്ഞല്ല, നല്ല മുഴുത്ത കുഞ്ഞുങ്ങൾ, കേടെല്ലാം മാറിയ, മോർട്ടാലിറ്റി ഒന്നും വരത്തില്ല. ഇത് നമ്മൾ വലിയ വലിയ ഫാമുകളിലേക്ക് കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. പൻസിക്കോഴി ഇപ്പം 220 രൂപ, 250 രൂപ, പല വില എല്ലാം ഉണ്ട്. മിക്സ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ നാടൻ പൂവനുണ്ട്. പോളിഷ് ക്യാപ്പ് 650 രൂപ, 1500 രൂപ. മറ്റേ ബ്രീഡിംഗ് പേർ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു കിഡിലൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അത് മിക്സഡ് ഫാമാണ്. അത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ലൊക്കേഷൻ വരുന്നത് DJ ഫാംസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് അലങ്കാര മത്സ്യങ്ങളുണ്ട്, വളർത്തു മത്സ്യങ്ങളുണ്ട്, ആടുണ്ട്, മുയലുകളുണ്ട്, ഫാൻസി കോഴികളുണ്ട്, താറാവുണ്ട്, ഫ്ലൈൻ ഡക്ക് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒട്ടുമിക്ക പെറ്റ്സുകളും നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ല, കോട്ടയം ജില്ല, പിന്നെ തൊട്ടടുത്ത ജില്ലകളിലേക്കൊക്കെ പെറ്റ് ഷോപ്പുകളിലേക്കൊക്കെ ഇവിടെ നിന്നാണ് മീനുകളും അലങ്കാര മത്സ്യങ്ങളും കോഴികളും പെറ്റ്സൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിനും റീറ്റെയിലായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുമായിരിക്കും. അപ്പോൾ പെറ്റ്സും അലങ്കാര മത്സ്യങ്ങളുടെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് ഇവിടുന്ന് വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ തൊട്ടടുത്തുള്ള പെറ്റ് ഷോപ്പുകളിലേക്കൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കാളും റേറ്റ് കുറവിന് നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമസ്കാരം, എൻ്റെ പേര് ജോർജ് മാത്യു. എൻ്റെ വീട് വടശ്ശേരിക്കര കുമ്പളത്താവണം എന്നുള്ള സ്ഥലം. DJ ഫാംസായിട്ട് അങ്ങനെ വലിയ 10-15 വർഷമായെങ്കിൽ പോലും അങ്ങനെ ഈ ഫാമിൻ്റെ പേരിട്ടിട്ട് അധികം നാളായില്ല, 1 വർഷമേ ആയുള്ളൂ. അങ്ങനെ എനിക്ക് മീനുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, എല്ലാം കൂടെ മിക്സഡാണ്. പിന്നെ എനിക്ക് ഒത്തിരി എല്ലാ വർഷവും ചിങ്ങം 1-ാം തീയതി മീനിനെ, പിന്നെ കൃഷി, അങ്ങനെ ഒരു 3-4-5 വർഷമായിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ ചിങ്ങം 1-ാം തീയതി നമ്മുടെ ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ മീൻ കുഞ്ഞുങ്ങളുണ്ട്, വലിയ മീനുണ്ട്, മീൻ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി പേര് വന്ന് മേടിക്കാറുണ്ട്. അപ്പോൾ ഈ ബോർഡ് വെച്ചിട്ടിപ്പം ഒരു 5-6 മാസമായുള്ളൂ. ഒത്തിരി ഇടത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്. കൊട്ടാരക്കര, കോട്ടയം, തിരുവല്ല, ചെങ്ങന്നൂർ, ഇവിടുന്ന് എനിക്ക് നല്ല ഓർഡറും ഉണ്ട്. എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് മീറ്റിനും കൊടുക്കുന്നുണ്ട്, സെയിലിനും വളർത്താനും കൊടുക്കുന്നുണ്ട്, എഗ്ഗിങ്ങിനും കൊടുക്കുന്നുണ്ട്. എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ കൂടുതലുള്ള ആടും പിന്നെ മീനുമാണ്. എന്നാൽ കോഴിയും താറാവും ഉണ്ട്, പിന്നെ ഗൂസുണ്ട്, ഗിനിയുണ്ട്, കൽഗമുണ്ട്, ഫ്ലൈൻ ഡക്ക് ഉണ്ട്. നമുക്ക് നമ്മുടെ ഫാമിലോട്ട് പോകുമ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇത് ഓരോ സെക്ഷനിലും ഓരോ മീനാണ് വെച്ചാൽ. ഇത് അനാബസും തിലോപ്പിയയും ഇപ്പോൾ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ കാണാം. ഇതെന്താ തെറ്റിയത്? ഇത് മറ്റേ ഗ്രോവലിൻ്റെ, ഇത് 3mm. ഇതിൻ്റെ സെയിലുണ്ടോ? ചാനുണ്ടോ? ആ, ഗ്രോവലിൻ്റെ സെയിലുണ്ട്. ഇതുണ്ടോ? ഇതൊരു മീൻ 500 ഗ്രാം, 400 ഗ്രാം, 300 ഗ്രാം, ഒരു 250 ഗ്രാം അബവ് ഫിഷ് കിടപ്പുണ്ട്. നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചായിട്ടേക്കുന്നത്, അതുകൊണ്ട് ഗ്രോത്ത് പെട്ടെന്ന് കിട്ടും. നല്ല വെയിലുണ്ടായിരുന്ന കാണാം. മറ്റേ എല്ലാം ചിത്രലാട, റെഡ് കളർ ഉണ്ടോ? അതെല്ലാം ചിത്രലാട. അത് ബ്ലാക്ക് അതായത് കറക്റ്റ് കിട്ടത്തില്ല. എത്ര സമയത്തൊക്കെ നമ്മൾ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ? രാവിലെ വൈകിട്ടും. കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ 3 പ്രാവശ്യം 3 ടൈംസ് കൊടുക്കണം. ഇതിപ്പം വിളവെടുക്കാറായതാണോ? ഇത് വിളവെടുക്കാറായി, എടുത്തോണ്ടിരിക്കുക. ഓരോരുത്തർ പിടിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വന്നു കഴിയുമ്പോൾ അപ്പോൾ തന്നെ പിടിച്ചു കൊടുക്കും. 4 കിലോ എന്ന് പറയുമ്പോൾ അതനുസരിച്ച് പിടിച്ചു കൊടുക്കും. അതപ്പോൾ സീസണിലാണ് റേറ്റും കാര്യങ്ങളൊക്കെ? റേറ്റ് ഫിക്സഡ് 350 രൂപ എല്ലാത്തിനും ഫിക്സഡ് എപ്പോഴായാലും. അത് വാള 5 കിലോ 10 കിലോ ഒക്കെ വലുപ്പമുള്ളതുണ്ട്. ഒരു മീൻ 5 കിലോ 5 കിലോ 10 കിലോ വരെയുള്ള വലിയ വാളകളുണ്ട്. പാറമടയിൽ ഇത് ഫംഗസ് വാള, വലിയ സൈസ്, തീരെ ചെറിയ കുഞ്ഞല്ല, നല്ല മുഴുത്ത കുഞ്ഞുങ്ങൾ, കേടെല്ലാം മാറിയ, മോർട്ടാലിറ്റി ഒന്നും വരത്തില്ല. ഇത് നമ്മൾ വലിയ വലിയ ഫാമുകളിലേക്ക് കൊടുക്കുന്നതായിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്.
കൊഞ്ചാണ് ഉണക്ക കൊഞ്ച്. അതിന് ഏറ്റവും ഇഷ്ടമുള്ള, അതിന് നല്ല കളറും ഫാസ്റ്റ് ഗ്രോത്തും എല്ലാം കിട്ടുന്ന. അപ്പോൾ ഓസ്കാറിന് ഉണക്കൊഞ്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതിന് നല്ലത്. ഗ്രോത്ത് ഒക്കെ പെട്ടെന്ന് കിട്ടുമോ? ഗ്രോത്ത് പെട്ടെന്ന് കിട്ടും. ഇങ്ങോട്ടുണ്ട്. നമ്മളെന്നും ഫീഡ് കൊടുക്കുമ്പോൾ ഒരേ സ്ഥലത്ത് കൊടുത്താലുള്ള ഗുണമെന്ന് വെച്ചാൽ അപ്പോൾ എല്ലാ മീനും അറിയാം ഇവിടെ തീറ്റി കിട്ടുകയാണ്. നമ്മൾ ഒരു ദിവസം ഇവിടെ ഇട്ടു, ഒരു ദിവസം അവിടെ ഇട്ടു, വേറെ ദിവസം വേറെ എടുത്തിട്ടു. എല്ലായിടത്തും തിന്നോളും. ചെറിയ ചെറിയ ആയതുകൊണ്ട് ഇതാകുമ്പോൾ കറക്റ്റ് എല്ലാം കൂടി വരും. ഈ ഓസ്കാറിന്റെ പേര് എങ്ങനെ വരും? ഒരു പേര് ഇതിപ്പം നമ്മൾ ഇട്ടേക്കുന്ന കൊടുക്കാനില്ല, ഇത് ബ്രീഡിംഗ് പേർ ആക്കി കൊടുക്കാനാണ്. സൈസ് ആക്കി 1 വർഷം കഴിയുമ്പോൾ നമുക്ക് അന്നേരം ബ്രീഡിംഗ് പേരിന് നല്ല വില കിട്ടും. അബവ് 5,000 rupees. വൈറ്റ് മാത്രമല്ല ഇതിനകത്തില്ല, എല്ലാം ഉണ്ട്. കോപ്പർ ഉണ്ട്, ഫയർ റെഡ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ സെയിലിന് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളുണ്ടോ ഇപ്പം? ഉണ്ട്, അത് തീർന്നിരിക്കുക. ഓക്കെ ഓക്കെ. കൊറോണയുടെ ആ ഒരു പ്രശ്നം കാരണം വെയിറ്റിംഗ് ആയിരിക്കും അല്ലേ? ഇനി അടുത്ത് നമുക്ക് ജൈൻ ഇതൊക്കെ പേരെങ്ങനെ വെച്ചാൽ കൊടുക്കുന്നത്? ഇത് പേരല്ല, ഇത് ഓരോ പീസിനാണ്. പീസിന് ഇതിപ്പം നമ്മൾ 500 രൂപയുടെ 3,500 രൂപയുടെ പീസ് വരെ കിടപ്പുണ്ട് ഈ വലുപ്പമുള്ള. അതൊന്നും മേളിലോട്ട് പൊങ്ങി വരത്തില്ല. ഓക്കെ. പിന്നെ അപ്പം ഓരോ കളറിനും സെപ്പറേറ്റ് റേറ്റ് ആണ്? ഓരോ ഇതിനും എന്തുവാ, നമ്മുടെ ഓരോ മിൽക്കി വൈറ്റ് ഉണ്ട്, പിന്നെ മിൽക്കി വൈറ്റ് ഉണ്ട്, പിന്നെന്തുവാ ബ്ലാക്ക് മോർ, അങ്ങനെ ഒത്തിരി കുറേ ഐറ്റംസ് ഉണ്ട്. ഗൗരാമിയുണ്ട്, പിങ്ക് ഗൗരാമിയുണ്ട്, വൈറ്റ് ഗൗരാമിയുണ്ട്. അതുകൊണ്ട് അത് വൈറ്റ് ഗൗരാമി അതുകൊണ്ടാണ് കാണുന്നത്. പിങ്ക് ഗൗരാമി ഇപ്പോൾ പൊങ്ങി വരുന്നത് കാണാം. പിങ്ക് കണ്ണുണ്ട്, ഈ പൊങ്ങി വരുന്നത് പിങ്ക് ഗൗരാമി. അതിങ്ങനെ പുതുക്കത്തുണ്ട്, അത് വൈറ്റ് ഗൗരാമി കൊണ്ടാണ് കാണുന്നത്. ായിരിക്കും ജൈൻ ഗൗരാമി. ഇത് 2 കിലോ 2.5 കിലോ സൈസ് ഉണ്ട്. ചേമ്പല ഇട്ട് കൊടുത്ത് തിന്നതിൻ്റെ ബാക്കിയാ. ഇതിപ്പോൾ ഫീഡ് ഇടുമ്പം കാണും വന്നെടുക്കുന്ന, പക്ഷേ അത് വീഡിയോ ക്ലിയർ ആകാൻ കഴിയില്ല. അതുകൊണ്ട് ആ ചേമ്പല കണ്ടോ, അതിൻ്റെ ബാക്കിയാണ് അത്. ഇന്നലെ ഇട്ട് കൊടുത്തത്. ഇതിനിപ്പം നമ്മൾ 2 ചാക്ക് ഇലയൊക്കെ കൊടുത്ത് അന്നേരം തീർക്കും. അപ്പം കൊണ്ടൊരു ഓമയില ഇട്ട് കൊടുക്കാൻ വരും. പെട്ടെന്ന് തങ്ങി വരത്തില്ലല്ലേ? നല്ലൊരു വലുതാണ്, വലിയ സൈസ് ഉണ്ട്. 2 കിലോ 3 കിലോ. ഇതിനെ കൊടുക്കാണോ? അതിനെ ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടി വളർത്തുക. അതിൻ്റെ വലുത് അടുത്ത വർഷത്തേക്ക് ചിലപ്പം ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഉള്ള പരിപാടിയിൽ. അത് ക്ലിയർ അല്ല കേട്ടോ. വീഡിയോ കാണത്തില്ലെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് പേരിനെങ്ങനെയല്ലോ, ഇത് ബ്രീഡിംഗ് പേരിന് ഒരു 7,000 രൂപ 15,000 രൂപ കിട്ടും. ഇതിപ്പം ചെറുത് നമ്മൾ അക്വറിയം കടക്കാർക്കാണ് കൂടുതലും കൊടുക്കുന്നത്. അവർ 350 രൂപ 300 രൂപ ഒരു കൈപ്പത്തി വലുപ്പമുള്ള ഇവിടെ വന്നെടുക്കുക. അതെച്ചാൽ ഇവിടെ കൊറിയർ സർവീസ് ഒക്കെ ഉണ്ടോ? മീനും കാര്യങ്ങളൊക്കെ ഫാമിലി എല്ലാം കൊറിയർ സർവീസ് ഉണ്ട്. പിന്നെ വാളയും ഇല്ലാത്ത ഈറ്റിംഗ് പർപ്പസിനുള്ളത് മാത്രമേ ഉള്ളൂ. ഈറ്റിംഗ് പർപ്പസിനുള്ള വാള കുഞ്ഞുങ്ങളൊന്നും നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റത്തില്ല, കവർ കീറിപ്പോവും. അത് ബക്കറ്റിലെ പറ്റത്തില്ല. ഇപ്പം ലിജുവിനിപ്പം 10 വാളക്കുഞ്ഞ് വേണേൽ അത് കവറിൽ മറ്റേ ഗോൾഡൊക്കെ പാക്ക് ചെയ്ത് തരുന്ന തരാൻ പറ്റത്തില്ല, കവർ കീറും. ഇത് നമ്മളെല്ലാം മീനിൻ്റെ കുഞ്ഞുങ്ങളാണ്. വാള, തിലോപ്പിയ, മറ്റേ ചിത്രലാട, അനാബസ്, ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും മേടിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇതിപ്പം വാളക്കുഞ്ഞുങ്ങളാണ്. ഇത് നമ്മൾ കൊടുക്കുന്ന ആദ്യം 5 രൂപയ്ക്കായിരുന്നു, പിന്നെ 10 ആകും. അതിൻ്റെ സൈസ് അനുസരിച്ച് 10-12,000 കുഞ്ഞിനെ ഇറക്കി. ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നി ഒരു 3,000 കുഞ്ഞ് ബാക്കിയുണ്ടെന്ന്. ഇതിപ്പോൾ ഒരു അക്വറിയംകാർക്ക് കൊടുക്കുന്ന 20 രൂപ.
ഇതിപ്പം 3 mm തീറ്റി കഴിക്കാറായ കുഞ്ഞുങ്ങളാണ്. ഞാൻ പിടിച്ച് കാണിക്കാം. വീഡിയോയിൽ നിന്ന് വരുവാണെങ്കിൽ എത്ര കൊടുക്കും? വീഡിയോയിൽ വരുവാണെങ്കിൽ റീറ്റെയിൽ 10 പീസൊക്കെയാണ് 30 രൂപ. ഇത് സക്കർ. നമ്മളെല്ലാ കുളത്തിലും ഇടും. ഇവിടുത്തെ എല്ലാ കുളത്തിലും ഉണ്ട് സക്കർ. ബ്രീഡിംഗ് പെയറൊക്കെ കിടപ്പുണ്ട്, വലുത് കിടപ്പുണ്ട്. അപ്പോൾ ഈ സക്കറിന് എന്തിനാ ഓരോ കുളത്തിലും നമ്മൾ ഈ മറ്റു പെട്ടെന്ന് വളരും. അക്വറിയക്കടക്കാർ കൊണ്ടുപോകും. അവർക്ക് ഇച്ചിരി ബിഗ് സൈസ് കൊടുക്കാൻ പറ്റും. നമ്മൾ തന്നെ ഇവിടെ സക്കർ ബ്രീഡിംഗ് ഉണ്ട്. ബ്രീഡിംഗ് പെയർ കൊടുക്കാനുണ്ട്. ഒരു പെയർ 2000 രൂപ 4000 രൂപ. ഇതിൻ്റെ അകത്ത് വാള കുഞ്ഞുങ്ങളെ കാണിക്കാം. ഇതിൻ്റെ അകത്ത് അച്ഛൻ ഇത് ഏകദേശം എത്ര നാളായിട്ടുണ്ട് ഇതിപ്പം തുടങ്ങിയിട്ട്? 13 വർഷം മുകളിലായി. 13 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. ഇതിൻ്റെ അകത്ത് തിലോപ്പിയ ക്യാമറ കുഞ്ഞുങ്ങളാണ്. അപ്പം ഈ വലിയ ഫീഡിൻ്റെ കൂടെ ഇറക്കി നമ്മൾ കൊച്ചു ഫീഡും കൊടുക്കും. കാണാൻ അത് ഒന്ന് ആള് വരെ പിടിക്കുമല്ലേ? ഇത് കൊച്ചു ഫീഡാണ്. ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾക്ക് ചിലതേ ഉള്ളൂ 3 mm തിന്നുന്നത്. മറ്റേതെല്ലാം കുഞ്ഞു തീറ്റി തിന്നുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കിടക്കുന്നതെന്ന് വെച്ചാൽ ഇതേത് ഏത് ബ്രീഡാ? ഫുൾ റെഡ് പ്ലാറ്റി. അത് ബ്രീഡിംഗ് ബ്രീഡാണോ? ബ്രീഡിങ്ങിന് ഇട്ടേക്കുക. വെള്ളം മാറ്റി വെക്കുക ചെയ്യുമോ? വെള്ളം ഇതിനൊന്നും മാറ്റണ്ട. ഈ എഡിബിൾ ഫിഷിൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ വല്ലപ്പോഴും മാറുന്നത്. ഇതൊന്നും മാറ്റണ്ട. ഇത് മറ്റേ എന്തുവാ നമ്മുടെ പ്ലാറ്റി, ഫുൾ റെഡ് പ്ലാറ്റി. ഇത് മറ്റേ ഗപ്പി റെഡ് ഡ്രാഗൺ ബിഗ് ഇയർ. അതെല്ലാം ബ്രീഡിങ്ങാണ്. അതെല്ലാം അക്വറിയം കിടക്കാരൊന്നും കൊണ്ടുവന്ന ഇത് വെള്ളത്തിൻ്റെ ഇതായതുകൊണ്ട് എടുക്കാൻ പാടാണ്. ഇതാണപ്പം സാധനം ഗ്ലാസ് പിടിച്ചിട്ട് കാണിക്കാം. ഗിപ്പിയുടെ ഈ കുപ്പിയുടെ വലുപ്പമുണ്ട്. വലിയ സക്കറുള്ളതാണ്. ബ്രീഡ് ചെയ്യാൻ പ്രായമായ അപ്പോൾ സ്റ്റാഫ് ഇപ്പം വരുമ്പോൾ എല്ലാം പിടിച്ച് കാണിക്കും. സ്റ്റാഫ് വരുമ്പോൾ എല്ലാം പിടിച്ച് കാണിക്കാം. പിടിച്ച് കാണിക്കാം. ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയർ ഗിപ്പി. അതെല്ലാം ബ്രീഡിങ് ആയതുകൊണ്ട് ഇങ്ങനത്തെ. ഇതിൻ്റെ അകത്ത് സക്കറ. ഇത് മോളി. എല്ലാ ടൈപ്പ് മോളിയുണ്ട് അല്ലേ? എല്ലാ ടൈപ്പ് മോളിയുണ്ട്. ഇത് അക്വറിയം കിടക്കാറാ കൂടുതലും വന്ന് കൊണ്ടുപോകണം. ഈ ബൾക്കായിട്ട് കൊടുക്കാനുണ്ടല്ലേ? ബൾക്ക് പീസും എല്ലാം ഉണ്ടല്ലേ? അത് കാണിക്കാം. വേറെ ഉണ്ട്. എല്ലാം കൂടെ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തിട്ട്. ഇതും ബ്രീഡിംഗ് പറയാറോ അല്ലേ? അതെല്ലാം ബ്രീഡിങ്ങാണ്. ഇതെല്ലാം ബ്രീഡ് ആവാറ്. ബ്രീഡിങ് ആയില്ലേ? ഇത് ബ്രീഡിംഗ് ബോക്സ് അല്ലേ? അതിൻ്റെ അകത്ത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളങ്ങ് വെളിയിൽ പൊക്കോളും. കുഞ്ഞുങ്ങളെ മോർട്ടാലിറ്റി കുറവായിരിക്കും. മറ്റേ ആകുമ്പോൾ പേരൻസ് ശാലമൊക്കെ കഴിക്കും. അന്നേരം കിട്ടും. നമുക്കിപ്പോൾ ഇങ്ങനെ വളർത്തുന്നതുകൊണ്ട് മോർട്ടാലിറ്റി നോക്കേണ്ട കാര്യമില്ല. എന്നാലും അത്യാവശ്യമൊക്കെ പിടിച്ച് ഇടുമല്ലയോ? ഇതിപ്പോൾ കണ്ടില്ല, എല്ലാം എഗ്ഗാ. എല്ലാം ഉണ്ടോ? എല്ലാം കംപ്ലീറ്റ് എഗ്ഗാ. ഇത് ഇവിടോട്ടിടണേ. ഞാൻ പറയാം, പറഞ്ഞിട്ടിടാതെ. അപ്പോൾ ഇലക്ട്രിക് ബ്ലൂ ഗിപ്പിയാണ്. അപ്പോൾ ഇതിനൊക്കെ പെയറിന് എന്നാ വില വരുന്നുണ്ട്? ഇലക്ട്രിക് ബ്ലൂ ഹോൾസെയിൽ നമുക്ക് 80 രൂപ. കണ്ടോ? അതെന്ന് പറഞ്ഞാൽ നല്ല പക്ക ക്വാളിറ്റിയാണ്. കണ്ടോ സൈസ് കണ്ടോ? വെളിയിലോട്ട് എടുക്കാനില്ല. ഇതും പെയർ തന്നെ വരുന്നുണ്ട്. പെയർ 80 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കടകളിൽ കൊടുക്കുന്നത്. അക്വറിയംകാർക്ക് കൊടുക്കുന്നത്. ബൾക്ക് ഓർഡേഴ്സിന്. അപ്പോൾ റീറ്റെയിൽ വരുവാണെന്നുണ്ടെങ്കിലും റീറ്റെയിൽ വരുവാണെങ്കിൽ ഒരു 200 രൂപ 150 രൂപ ഇതൊക്കെ
മേടിക്കാം. പിന്നിപ്പം ഒത്തിരി പേര് ഈ ഗിപ്പി എല്ലാവരും കൂടെ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം കളഞ്ഞുള്ള പരിപാടികളുള്ളതുകൊണ്ട് ഗിപ്പിക്ക് ഇപ്പോൾ ഇച്ചിരി മാർക്കറ്റ് കുറവാണ്. എന്നാലും നല്ല ക്വാളിറ്റി സാധനത്തിന് നല്ല മാർക്കറ്റ് തന്നെ ഇപ്പോൾ. ഇപ്പം ദൂരെ നിന്നൊക്കെ വരുന്നവർ ഇപ്പോൾ വിളിച്ചിട്ട് വരുവാന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് റീസണബിൾ ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും ഇവിടെ ഒത്തിരി സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്. കൊട്ടാരക്കര, കോട്ടയം, കൊട്ടാരക്കരയൊക്കെ ഇവിടെ നല്ല ഡിസ്റ്റൻസ് അല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ആടും മീനുമാണ്. പിന്നെ കോഴി, താറാവ് എല്ലാം ഉണ്ട്. മെയിൻ എന്നാലും ഫോക്കസ് ചെയ്തേക്കുന്ന മീനിലോട്ടാണ്. മീനാണ് എനിക്ക് കൂടുതൽ സെയിൽ. വർഷങ്ങളായിട്ട് എനിക്ക് മീൻ ലാർജ് സ്കെയിലുണ്ട്. ഇപ്പം ലൈവ് ഫിഷ് തന്നെ 20,000 കിലോളം ഉണ്ട് എനിക്ക് ലൈവ്. അത് പാറമടയിലാണ്. അതൊരു 5 കിലോ 8 കിലോ. ഇപ്പം മീൻ കുറവായതുകൊണ്ട് നല്ല സെയിലുണ്ട്. അന്ന് എത്ര കാലമായി ഇങ്ങനെ വേല പണിക്ക്? 2 വർഷമായിട്ട് വേല പണിക്ക്. மொத்தமா அந்த மீனை மொத்தமா பார்க்கறது அந்த தானே உங்களுக்கு சந்துர்த்தியான இதை பார்க்கறதுக்கு இஷ்டம் தானே? ரொம்ப இஷ்டம். அந்த கோழி ஆடு புள்ளமா இஷ்டம். சின்ன பசங்க தானே. அந்த மீனுக்கு சாப்பிடுறதுக்கு என்ன கொடுக்குறதுக்கு மீனுக்கு? ஓமலை இந்த மாதிரி தீட்டி ஓமலை கொடுக்கும், செம்பலை അതെല്ലാം കൊടുക്കും. എത്ര ടൈമിലൊക്കെ തീറ്റ കൊടുക്കും? തീറ്റി ഒരു ദിവസം വിട്ട് ഒരു ദിവസം കൊടുക്കും. കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു കൊടുക്കുന്നതാണ് തന്നെ. ഈ ഓമേല മൊത്തമായിട്ട് തന്നെ അതിന് ഇതുപോലത്തെ ഓമേല ഒരു ഡെയിലി ഇതല്ല, ഇതിനെക്കാട്ടി കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും വൈറ്റമിൻസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്? ഗൗരാമി കൂടുതലും അതിന് താല്പര്യം ഇങ്ങനെയുള്ള ഫീഡാണ്. ഓമയല, പിന്നെ ചേമ്പല, അതാ താല്പര്യം. കട്ട് ചെയ്യല്ലോ പിന്നെ വേണ്ടാത്ത. ഇതിപ്പം ഇത് ഓമല ഇപ്പം ഒരു വൈകിട്ട് 4 മണി വന്ന് നോക്കിയാൽ ഇത് ബാക്കിയൊന്നും കാണത്തില്ല. അതുകൊണ്ട് അതുപോലെ ആവും. നമ്മൾ മീൻ തിന്നുന്ന കാണണമെങ്കിൽ നമ്മളിവിടെ മാറി വെയിറ്റ് ചെയ്യണം. അന്നേരം കാണാം മീനത് വന്ന് കഴിക്കുന്നത്. മേളിൽ നിന്ന് കാണുമ്പോൾ ഇത് നല്ലപോലെ അനങ്ങും. പശുവൊക്കെ കഴിക്കുന്നത് നല്ല അനക്കമായിരിക്കും. അത് മോനല്ലയോ? അതെൻ്റെ മോനാ, ഡോൺ. അവനിതുമായിട്ടൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. ഇതിന് മീനിനെ നോക്കുന്നതും ഈ ഫീഡൊക്കെ കൊടുക്കാൻ അവന് വലിയ കാര്യമാണ്. മോനെ അത് ഊരിക്കൊന്ന് കാണിച്ച അങ്കിളിനെ. അങ്കിള് മോൻ്റെ പേരും കാര്യമൊക്കെ പറ. മോൻ്റെ പേരെന്ത്? ഡോൺ. പപ്പാടെ സഹായിക്കാനൊക്കെ എപ്പോഴും വരുമോ കൂടെ? മീനൊക്കെ ഇഷ്ടമാണോ? ഇത് വേണ്ടേ? കുളമല്ലേ? ഇത് നാച്ചുറൽ കുളം. ഇത് ഒരു ഒരാൾ 1.5 ആൾ താഴ്ചയുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം കഴിഞ്ഞ വിളവെടുപ്പെടുത്തിട്ട് പുതിയ മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കിയിട്ടേക്കുക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇട്ടേക്കുന്ന ഫംഗസ് എന്ന് പറഞ്ഞാൽ ഫംഗസസ് എന്ന് പറയുന്ന വാള. നമ്മൾ മുമ്പേ കണ്ടില്ലേ മീൻ വാള കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്? ആ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ടേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 1000 എണ്ണം ഇറക്കിയിട്ടിട്ടുണ്ട്. ഒരു 4 മാസം 5 മാസം കഴിയുമ്പോൾ ഒരു 500 എണ്ണത്തിനെ പിടിക്കും. അപ്പോൾ 500 എണ്ണത്തിന് ഇച്ചിലൂടെ നല്ല ഗ്രോത്ത് കിട്ടും. തീറ്റ കൊടുത്തേക്കാണ്. ഇപ്പം നമ്മൾ തീറ്റ ഇട്ടേക്കുക. ഇതിപ്പോൾ നിങ്ങളിപ്പം വന്നോണ്ടാ. രാവിലെ തീറ്റ കൊടുക്കുമ്പം ഇങ്ങനെയല്ല. തീറ്റ കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് വന്ന് എടുക്കുന്നത്. രാവിലെയും ഉച്ചയ്ക്ക് കൊടുത്തു. ഇപ്പം ഇനിയും വൈകിട്ട് ഒരു 7 മണി 6 മണി ആകുമ്പോഴാണ് 3ാമത്തെ തീറ്റ ഇടുന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട്. ഇത് പക്ഷേ ഇപ്പം ആ സമയത്ത് കൊടുത്തോണ്ടായിരിക്കാം. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ ചിലപ്പം വന്ന് എടുത്തേക്കും. ഇത് നാച്ചുറൽ വെള്ളമാണ്. ഇത് നമ്മളിപ്പം തൽക്കാലം വാള 2 ദിവസം വളർത്തിട്ട് ഇതൊരു ബ്രീഡിംഗ് കുളം ആക്കാൻ വേണ്ടിയാണ് ഗൗരാമിക്ക്. അതിൻ്റെ സൈസ് കാണത്തല്ല. ഇത് മുമ്പേ പറഞ്ഞ മീനല്ലേ? മോനെ ഇങ്ങനെ ഇതൊന്ന് പിടിക്കാം. ഇത് തിലോപ്പിയ.
തിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ. ചിലതങ്ങ് കിടന്ന് കുഞ്ഞുങ്ങൾ ഓരോ ടൈമിൽ പോയി കഴിയുമ്പോൾ ചിലതങ്ങ് വലിയ സൈസാകും. ഇത് സിലോപ്പി സെയിലിനുള്ള കുഞ്ഞുങ്ങളല്ലേ? ഇതിപ്പം വെള്ളം അങ്ങ് മാറും. ഉണ്ട് റെഡ്ബല്ലി. റെഡ്ബല്ലി കുഞ്ഞുങ്ങളെ കാണിക്കാം. ആ ഡോളെ മാറാം. എൻ്റെ ഇതാ റെഡ്ബല്ലി. എന്നിട്ട് അങ്ങോട്ട് അവിടുന്ന്. ഈ സിലോപ്പിയും സെയിലിനുള്ള സിലോപ്പികളല്ലേ? അതെ. ഇതേ ഇപ്പം മീനാ? ഇതിൻ്റെ അകത്ത് അനാബസ്. അനാബസ്. പക്ഷേ അക്വേറിയം കടകളിലെല്ലാം അവരിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വിൽക്കാറുണ്ട്. ഇതിപ്പോൾ ബ്രീഡിംഗ് പ്രയാണോ അതോ ചെറുതാണോ? ബ്രീഡിംഗ് പേരാ. ബ്രീഡിംഗ് പേരാ. ഇതാ അനാബസ്. ഇതിങ്ങനെ കയറും. എവിടെയെങ്കിലും അതിന് ഓപ്ഷൻ ഉണ്ട് കയറിക്കളെ. അതുകൊണ്ട് മാറിന്നെ കണ്ടോ കണ്ടോ. ഇനിയും ഇതിൻ്റെ അകത്ത് ബാക്കി കൊച്ചു വാള അതൊരു കിടക്കുന്നു. കണ്ടോ എന്താ വലുത്? പിടിച്ചോ. ഇത് കണ്ടോ. ഇത് ഈല്. ഇത് ഫിഷ് ടാങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇടുന്ന നമ്മുടെ നാട്ടിൽ ഇന്ന് പറയുന്ന ബ്ലാഞ്ഞിലെന്ന് പറയും, വലഞ്ഞിലെന്ന് പറയും. ഇത് വലിയ വലിയ അക്വറിക്കട വലിയ ടാങ്ക് ഉള്ളവർ കൊണ്ടിടുന്നതാണ്. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് കഴിക്കുന്ന മീനാണ്. ഇത് കോട്ടയത്തു നിന്നാണ് കൂടുതൽ വന്ന് മേടിച്ചുകൊണ്ട് വന്നത്. ഒരെണ്ണം 3000 രൂപ 2500 രൂപയ്ക്ക് അക്വറിയം കടക്കാർ വന്ന് കൊണ്ടുപോകാം. ഡാൻമോനെ ഇതെന്താ മീനാ? കാർപ്പ്. ഇവിടെ എന്തൊക്കെ മീനൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട്. പപ്പായുടെ കൂടെ മോൻ എപ്പോഴും തീറ്റ കൊടുക്കാനൊക്കെ വരുമോ? മോൻ എത്രല്ല പഠിക്കുന്നേ? UKG. പപ്പായുടെ കൂടെ അപ്പം ഇൻട്രസ്റ്റഡ് ആണോ മീൻ തീറ്റ കൊടുക്കുന്നതും മീനിൻ്റെ കൂടെ ഒക്കെ പോകുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്? ഇത് ബ്ലാക്ക് മോളി. പിന്നെ ഇതിൻ്റെ അകത്ത് സോട്ടയിൽ. സോട്ടയിൽ അതുകൊണ്ട് കാണത്തില്ല. പിന്നെ വെള്ളമാണ് കിടക്കണം. ഇതിൻ്റെ അകത്ത് വൈറ്റ് മോളി. അതുകൊണ്ട് ബ്രീഡിങ് കുഞ്ഞുങ്ങളുണ്ട്. അത് നേരത്തെ എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് കുഞ്ഞുങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഇത് ബ്ലാക്ക് മോളി അക്വേറിയം ഫിഷാണ്. ഇത് വൈറ്റ് മോളി. ഇതുകൊണ്ടോ അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. മോളി. ഇത് ബ്രീഡിങ്ങിന് വേണ്ടി മാറ്റിയിട്ടേക്കുന്നത് സെപ്പറേറ്റ് നമ്മുടെ അടുത്തില്ലേ? അതെ. അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇടയ്ക്ക് ഈ മാക്രിയുടെ ശല്യം ഉള്ളതുകൊണ്ട് മാക്രി വന്ന് കുഞ്ഞുങ്ങളെ ഇടും. ഇതെന്താണ് ഇങ്ങനൊരു ഈ പോളി ഹൗസിനകത്ത് ഇത് ചെയ്യാനുള്ള കാര്യം എന്താ? പോളി ഹൗസ് ആയിരുന്നു നേരത്തെ. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. മീൻസ് ഇപ്പം അതിനെക്കാട്ടി ലാഭകരം നമുക്ക് ഈ ബ്രീഡിംഗ് ഇതാണെന്ന് തോന്നി. പച്ചക്കറി ഇപ്പം എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് വേറെ പച്ചക്കറി സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഫിഷ് ബ്രീഡിങ് ഒത്തിരി അക്വേറിയം ഫിഷസിന് ഒത്തിരി പേര് വരുന്നുണ്ട്. നേരത്തെ എഡിബിൾ ഫിഷ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അക്വേറിയം ഫിഷ് തുടങ്ങി. ഈ ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞു. എന്നിട്ട് ഇതിന് ആൾക്കാർ കൂടുതലാണ്. മെയിലും ഫീമെയിലും അല്ലോ. നമ്മൾ തീറ്റി എന്നും ഇവിടെ കൊടുക്കുന്നുണ്ടെല്ലാം ഇങ്ങ് വരും. പിന്നെ കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ ക്യാമറയ്ക്കകത്തൂടെ നമുക്ക് എനിക്ക് മനസ്സിലായി. അല്ല അടിയിലൊക്കെ അടയാളപ്പെടുത്തി കുഴി എടുക്കാനും സ്റ്റാൻഡ് എടുക്കാനുള്ള എല്ലാം. ഇതിനിപ്പോൾ എന്താ ചെയ്യണം? ഇതിൻ്റെ അകത്തും ഫിഷ് ബ്രീഡിങ് എല്ലാ ടൈപ്പും.
ഒന്നുമില്ല. ഇതെന്തോ ഇവിടെ എന്താ വെച്ചാൽ ഇത് സംഭവം എന്തോ കൺസ്ട്രക്ഷൻ്റെ പരിപാടിയാണ്. ഇത് ഞങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ തൽക്കാലം ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് മാറ്റുക. എല്ലാം കുളമെടുക്കാൻ വേണ്ടിയാണ്. നേരത്തെ ഇവിടെ ഇരുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഇപ്പം കൺസ്ട്രക്ഷൻ വർക്ക് എൻ്റെ ബ്രദർ ഒരുമിച്ചാ. കൺസ്ട്രക്ഷൻ ഉണ്ട്, ഇൻറ്റീരിയർ ഉണ്ട്, അതാ മെയിൻ. പിന്നെ അതിൻ്റെ കൂടെ ഫാം നമുക്ക് മനസ്സിന് വലിയ സന്തോഷമാണ്. മേളിൽ എൻ്റെ കോഴിയും താറാവും പാത്തയും ആടും എല്ലാം മേളിലാണ്. ആ കൂട് കൊടുക്കാനാ ഈ കൂട് എങ്ങനെയാ? ഇതിൻ്റെ പുതിയ കൂടിന് 22,000 രൂപ, 22,500 രൂപയാണ് തൃശ്ശൂരിൽ നിന്ന് അവർ കൊണ്ട് തന്നെ. ടാറ്റയുടെ സ്റ്റീലാണ് ഇത്. ഇപ്പം നമുക്കൊരു 16,500 രൂപ കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് മുട്ടക്കോഴി തീർന്നു പോയി. അപ്പോൾ ഇത് മാറ്റിയിട്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് അതുപോലെ നെറ്റ് അടിച്ച് ബാക്കി കോഴികളെ വളർത്താനാണ് ഇതുപോലെ. അതുകൊണ്ടാണ് കൂട് കൊടുക്കുന്നത്. കൂടിനൊരു കുഴപ്പമില്ല, പുത്തൻ കൂടാ, ചുമ്മാ കിടക്കുക. അപ്പം വേസ്റ്റ് യൂസ് ആയതുകൊണ്ട് നമ്മൾ ഈ കൂട് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ചെലന്തുവലയൊക്കെ പിടിച്ച് കിടക്കുക. ഇത് ഇപ്പം നമുക്ക് കിട്ടിയിട്ട് 8 മാസത്തിൽ കൂടുതലായില്ല. തൃശ്ശൂരിൽ നിന്ന് കൊണ്ട് ഫിറ്റ് ചെയ്തതാണ്. മണിത്താറാവ് എങ്ങനെയാ? മണിത്താറാവ് എങ്ങനെയാ ചെയ്യല? മണിത്താറാവ് ജോഡി നമ്മൾ കൊടുക്കുന്ന 2,500 രൂപ. എല്ലാം ബ്രീഡിംഗ് പെയറാ, മനസ്സിലായി. എല്ലാം മുട്ടയിട്ട് തുടങ്ങിയ ഇതും സെയിലുണ്ടല്ലേ? അതുകൊണ്ട് മണിത്താറാവുണ്ട്. പിന്നെ താറാവുണ്ട്, കരിങ്കോഴി അതുകൊണ്ട്. അത് നമ്മുടെ അസീൽ ക്രോസ്, പാത്തയെന്നും പറയും, മണിത്താറാവെന്നും പറയും, ഫ്ലൈങ് ഡക്ക് എന്ന് പറയും, മസ്കോവി എന്ന് പറയും. കുറേ പേരുണ്ട് ഇതിന്. അതുകൊണ്ട് അതിൻ്റെ അകത്തെല്ലാം കോഴിയാണ്. ഫാൻസി കോഴി എങ്ങനെയാ റേറ്റ്? ഫാൻസി കോഴി ഇപ്പം 220 രൂപ, 250 രൂപ, പല വില എല്ലാം ഉണ്ട്. മിക്സ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് നാടൻ പൂവനുണ്ട്. പോളിഷ് ക്യാപ്പ് 650 രൂപ, 1,500 രൂപ. മറ്റേ ബ്രീഡിംഗ് പെയർ വലുത് മെയിലും ഫീമെയിലും 1,800 രൂപ, 2,000 രൂപ. തൃശ്ശൂർക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ 3,000 രൂപ, 3,500 രൂപ. കാണുന്നില്ലേ ഓരോ പോസ്റ്റ് ഇടുന്നത്? നമ്മൾ സിമ്പിൾ റേറ്റിലല്ലേ കൊടുക്കുന്നത്, 2,000 രൂപ. ഇത് ബീറ്റിൽ ഫീമെയിൽ. ഇതിപ്പം പ്രസവിച്ച ഇത് ബീറ്റിലും ഷിറോയും ക്രോസാണ്. അത് ബീറ്റിൽ മെയിൽ, 1 വയസ്സ് താഴെയുള്ള, ഒരു 8-9 മാസം പ്രായമേ ഉള്ളൂ. ഇത് നമ്മുടെ മലബാറി നാടൻ. ഇത് അതിൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് ആ ബീറ്റിലിൻ്റെ കുട്ടിയാണ്. ഇത് മലബാറിയും 2 കുട്ടികൾ, സാധാ മലബാറിയാണ്. പിന്നെ ബീറ്റിലിൻ്റെ മെയിലിനെ ഞാൻ കാണിക്കാം. പ്രായമായിട്ടുള്ളൂ. വെളിയിറക്കണോ? വെളിയിറക്കണോ? നല്ലൊരു കാണോ? കണ്ടോ? 1 വയസ്സ് പ്രായമുള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. 1 വയസ്സ് പ്രായമായിട്ടില്ല. 1 വയസ്സ് എനിക്ക് തോന്നി ഒരു 11 മാസം അങ്ങനെ കണ്ട് ഇതിൻ്റെ പ്രായമുള്ളൂ. ഇതിൻ്റെ പാൽപ്പല്ല് കണ്ടോ? കണ്ടോ? പാൽപ്പല്ലാണ് നിൽക്കുന്നത്. കണ്ടോ? അത് വേണം. സുൽത്താനെ അടുത്തത് കണ്ടോ? ബോസ് ഇവൻ 15 മാസമായി. ഒരു ലൈവ് വെയിറ്റ് ഒരു എൻ്റെ കണക്ക്, എൻ്റെ അനിയൻ്റെ കണക്ക് 60 kg മേളി ലൈവ് വെയിറ്റ് കാണും. ഉണ്ടോ? അഗ്രസീവ് അല്ല ഇങ്ങനെയുള്ള ആടുകൾ. ഇതും സെയിലുള്ളതാണോ അതോ ബ്രീഡിങ്ങിനുള്ളതോ? ഇതെല്ലാം സെയിലിനുള്ള. ഇത് സെയിലിനാ, ആ ബീറ്റിൽ സെയിലിനാ, പിന്നെ അതും സെയിലിനാ. ആ ഒരെണ്ണം മാത്രമേ ഇവിടെ നിർത്താൻ ഉള്ളൂ. ഇതൊന്നും ചാടി തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ഈ മുട്ടൻ മലബാറിയാ. അത് ക്രോസിങ്ങിന് ചുമ്മാ ഏതിനേലും ഹിറ്റ് ആയാലും ചാടി. ഇതൊന്നും ചാടാറായില്ല. അത് മാത്രമേ ഉള്ളൂ ബ്രീഡിങ്ങിന് വേണ്ടി പർപ്പസിന് ഉപയോഗിക്കുന്നത്. ആ പർപ്പസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അജയ്, നമ്മൾ ഇവിടെ ഇപ്പം ഒരാൾ മീറ്റിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ട് സർക്കിളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം ഇതുവരെ ഇല്ല. മുന്നോട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, മീറ്റിങ്ങിന് പല ആടിനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ആട് മുഖേന വല്ല അസുഖം വന്നാൽ എല്ലാത്തിനും പകരും. മീറ്റിംഗ് ആക്കുവാന്ന് ഒരു ആടിനെ മാറ്റി ഒരിടത്താക്കിയിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് മീറ്റിംഗ് അലൗഡ് അല്ല. പിന്നെ ഫ്രണ്ട് സർക്കിളിൽ പലരും വിളിക്കുമ്പോൾ നമ്മൾ ഇതിപ്പം ഈ അച്ഛൻ കൂടൊക്കെ ആരുണ്ടാക്കിയതാ? നമുക്ക് കൂടിൻ്റെ വർക്കുണ്ട്. നമ്മൾ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഈ മെഷൊക്കെ ഇട്ട് തന്നെ? മേക്കടൂർ ചെയ്തിട്ടുണ്ട്, കുമ്പഴ ചെയ്തിട്ടുണ്ട്, നാരങ്ങാണം ചെയ്തിട്ടുണ്ട്, പിന്നെ നാരങ്ങാണമല്ല കടമൻറ്റ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അടുത്ത് നമ്മൾ കൂടിൻ്റെ വർക്ക് ചെയ്യാറുണ്ട്. റാന്നി ചെയ്തിട്ടുണ്ട്. മെഷൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ. ഇതുപോലൊരു കൂടി ചെയ്യണമെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് ഒരു 650-700 രൂപ മാക്സിമം ഒരു സ്ക്വയർ ഫീറ്റ്. എല്ലാ വർക്കും, സ്ട്രെസ് വർക്കും എല്ലാം അതിൻ്റെ പാർട്ടീഷനും. പിന്നെ നമ്മൾ ചില സ്ഥലത്തിൻ്റെ വ്യത്യാസം വെച്ച് അഡീഷണൽ ചെയ്യണമെങ്കിലേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. ഇത് 180 റുപ്പീസ് പെർ സ്ക്വയർ ഫീറ്റ്. ഒരു ഷീറ്റിന് വരുന്നത് 360 രൂപ. ഇത് തന്നെ 500-ൻ്റെ ഉണ്ട്, 1000-ൻ്റെ ഉണ്ട്, 150 രൂപയുടെ ഉണ്ട്, ഒത്തിരി വില കുറഞ്ഞതുണ്ട്, 100-ൻ്റെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റിന് 100 രൂപ എന്ന് പറയുമ്പോൾ 200 രൂപ. ഇതിന് പല്ല് ഇതിന്റെ ഫുഡിന്റെ രീതികളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ ഫുഡ് നമുക്ക് എല്ലാ ഫുഡും പ്ലാവല മീൻ ഇത് കണ്ടില്ലേ, കിടക്കുന്ന കണ്ടില്ലേ, പ്ലാവലയുടെ കൊടുക്കുന്നത്. നമുക്ക് ആടെപ്പോഴും ഉണ്ടേ, ഇത് കഴിക്കുന്നുണ്ടോ, തണ്ട് വരെ കഴിക്കും. ഇതിനെ അടിച്ചു വിടുമ്പോൾ ഇതിന്റെ തണ്ടെന്നുള്ള ചെറിയ കിളിപ്പും പോച്ച എല്ലാം ഇതും കഴിക്കും, വേസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടേക്കുന്നത്. പിന്നെ ഇത് മീറ്റ് പ്രൊസസിന് വേണ്ടി ഇട്ടേക്കുന്ന കോഴിയാണ്. മീറ്റ് പർപ്പസിന് വേണ്ടി ഇട്ടേക്കുന്നത്. ലൈവാ അല്ലേ? ലൈവ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഫിഷുകളെയോ അതിനൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ജോർജ് ചായനെ വിളിക്കാവുന്നതാണ്. ആളുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓൾ കേരള കൊറിയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. പെറ്റ്സ്, അലങ്കാര മത്സ്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാൻ ഏറ്റവും നല്ലത്. ഷോപ്പുകളിലേക്കൊക്കെ നമുക്ക് വിൽക്കാനായാലും നമുക്ക് ഇവിടുന്ന് ഒരുപാട് നല്ല റേറ്റ് കുറവിന് ഹോൾസെയിലായിട്ട് ഐറ്റംസ് കിട്ടുന്നതായിരിക്കും ഇവിടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോന് നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതേപോലെയുള്ള നല്ല നല്ല ഫാമുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്.